الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം മുഴുവൻ മേഖലകളിലും സമയങ്ങളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യൻ രക്ഷ ആഗ്രഹിക്കുന്നവനാണ്. സമാധാനം, സന്തോഷം ഇതെല്ലാം മനുഷ്യരുടെ തേട്ടമാണ്. അസ്വസ്ഥതയും അശാന്തിയും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ എങ്ങനെയാണ് സമാധാനം കണ്ടെത്താൻ സാധിക്കുക? വർത്തമാന കാലഘട്ടത്തിൽ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് സമാധാനം. ഒരിടത്തും സമാധാനമില്ല. സാമ്പത്തിക വിഷയങ്ങളിലാണെങ്കിൽ അതിൽ സമാധാനമില്ല. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമില്ല. അതുപോലെ മക്കളുടെ വിഷയത്തിൽ സമാധാനമില്ല. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലൊന്നും സമാധാനമില്ല. എല്ലാം കലുഷിതമായ അശാന്തമായ അവസ്ഥയിലേക്ക് നാൾക്ക് നാൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സുരക്ഷയും സമാധാനവും ലഭിക്കാൻ പലരും പല വഴികളും പഠിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ പറയും എല്ലാത്തിനും പ്രശ്നം മതമാണ്, അതുകൊണ്ട് മതം വേണ്ട. മതത്തിന്റെ വേലിക്കെട്ടുകൾ നാം മറികടന്നാൽ നമുക്ക് സ്വാതന്ത്ര്യവും സമാധാനവും കിട്ടും എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. മതമാണ് മനുഷ്യനെ മയക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. അതുപോലെ മനുഷ്യന് യുവാക്കൾക്ക് അവരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല.
തുടങ്ങി ഒരുപാട് അസ്വാതന്ത്ര്യങ്ങൾ നിറഞ്ഞതാണ് മതം, അത് വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ വിഭാഗം പറയുന്ന വിഡ്ഢിത്തരങ്ങൾ പല പേരുകളിൽ പല ആശയങ്ങളിൽ ഇന്ന് പ്രചരിപ്പിക്കുന്നവരെ കാണാൻ കഴിയും. മറ്റൊരു വിഭാഗമാകട്ടെ മതം വെച്ച് ചൂഷണം നടത്തുന്ന ആളുകളാണ്. അവർ മതത്തിന്റെ പേരിൽ ആളുകളെ ചൂഷണം ചെയ്യുന്ന, വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകളാണ്. എല്ലാ മതങ്ങളിലും ഉണ്ടത്. ഏറ്റവും നല്ല ചൂഷണ മേഖല മതമാണെന്ന് അവർ മനസ്സിലാക്കി അതിലൂടെ അവരുടെ സമ്പത്തും ആസ്തിയും അവർ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, അധികാരങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏത് മാർഗവും തങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഭൗതികമായ സ്ഥാനമാനങ്ങളും ഉന്നതമായ പദവികളും ആദരവുകളും ബഹുമാനങ്ങളും സാമ്പത്തിക വിശാലതയും നേടാൻ സ്വന്തം കുടുംബത്തെയോ അല്ലെങ്കിൽ സ്വന്തം സമുദായത്തെയോ അല്ലെങ്കിൽ സ്വന്തം വിശ്വാസത്തെയോ നാടിനെയോ വരെ ചൂഷണം ചെയ്യാൻ ഒറ്റിക്കൊടുക്കാൻ മടിയില്ലാത്ത ആളുകളാണ്. അതിനവർ അധികവും ഉപയോഗിക്കുക വിശ്വാസികൾ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയും അതുപോലെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയുമാണ് ആ ചൂഷണത്തിന് അധികമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച അല്ലെങ്കിൽ അവിടുത്തെ അവശിഷ്ടങ്ങൾ എല്ലാം ബറക്കത്തുള്ളതാണ്. സ്വഹാബാ കിറാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയർപ്പ് കൊണ്ടും അതുപോലത്തെ അവിടുത്തെ മുടി കൊണ്ടൊക്കെ ബറക്കത്തെടുത്തിട്ടുണ്ട് ജീവിതകാലത്ത്. അതിന്റെ ഒറിജിനാലിറ്റിയിൽ സ്വഹാബാ കിറാം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് കാണാൻ കഴിയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി വരുന്ന സമയത്തുള്ള വിയർപ്പ് അത്തറിനേക്കാൾ സുഗന്ധമാണ് ആ വിയർപ്പിന്. അത് ഞങ്ങൾ സൂക്ഷിക്കാറുണ്ട്, അത്തറായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അല്ലാഹു കൊടുത്തൊരു മുഅ്ജിസത്താണ്. അതുപോലെ തന്നെ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കൂടുതൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ചെറിയ കുട്ടിയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. സ്വഹാബികളും നല്ല പ്രായമുള്ള ആളുകളും യുവാക്കളും എല്ലാം ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരു പാത്രത്തിൽ പാല് കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാല് കുടിച്ചു. എന്ന് സാധാരണ റസൂൽ എന്ത് ചെയ്യുമ്പോഴും വലതു ഭാഗത്താണ് തുടങ്ങുക. അപ്പൊ വലതു ഭാഗത്തിരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു ചെറിയ കുട്ടിയാണ്. അപ്പോ അപ്പുറത്തിരിക്കുന്ന പ്രായമായ സ്വഹാബികളൊക്കെ ഉണ്ട്. അപ്പൊ റസൂൽ ഇബ്നു ഉമർ റളിയല്ലാഹു നോക്കിയിട്ട് പറഞ്ഞു, അവർക്ക് കൊടുത്തോട്ടെ, ഇവിടുന്ന് തുടങ്ങി കൊടുത്തോട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, പറ്റൂല, എനിക്കെന്നെ വേണം, പറ്റൂല, എനിക്കെന്നെ വേണം. അപ്പൊ എല്ലാവരും നോക്കി, ഇതെന്തൊരു മര്യാദ ഇല്ലാത്തൊരു കുട്ടി. റസൂൽ ഇങ്ങനെ പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു വാങ്ങിയിട്ട് അത് കുടിച്ചിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ച ആ വായ വെച്ച ഭാഗത്ത്, അവിടുത്തെ ഉമിനീര് പുരണ്ട ഭാഗത്ത്, അവിടെ തന്നെ എനിക്ക് വായ വെച്ച് കുടിക്കണം. അതിനാണ് ഞാൻ ആദ്യമായി എനിക്ക് തന്നെ വേണം എന്ന് പറയാൻ കാരണം. അല്ലാതെ ഇവർക്ക് കൊടുക്കുന്നതിലുള്ള പ്രയാസത്തിലില്ല. ആ ബറക്കത്ത് എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പൊ കുട്ടികളടക്കം സ്വഹാബത്തെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബറക്കത്തെടുത്തിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെപ്പിനും മുടിക്കുമെല്ലാം ബറക്കത്തുണ്ടെന്നുള്ള സ്വഹീഹായ ഹദീസ് വളരെ സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നാൽ അതൊന്നും ഇന്ന് അതിന്റെ ഒറിജിനാലിറ്റിയിൽ ഇല്ല. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയും അത് അനുസരിച്ചുകൊണ്ട് ഭരിക്കുകയും ചെയ്ത അതാണ് തുർക്കി സാമ്രാജ്യം. അവര് മസ്ജിദുൽ ഹറമും മസ്ജിദുൽ നബവിയും ഒക്കെ അവരുടെ അധികാരത്തിൽ നീണ്ട നൂറ്റാണ്ടുകളോളം കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഒറിജിനൽ മുടി ഉണ്ടായിരുന്നെങ്കിൽ തുർക്കി ഒരിക്കലും വിട്ടുകൊടുക്കുകയായിരുന്നില്ല. അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തെ ഖുറാഫാത്തുള്ള ധാരാളം ആളുകൾ അവരൊന്നും വിട്ടുകൊടുക്കുകയായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിട്ട് അവിടുത്തെ ശരീരത്തിന്റെ എന്തെങ്കിലും ശേഷിപ്പുകൾ ഇന്ന് ആളുകൾക്കിടയിൽ ഇല്ല, യാതൊരു തെളിവുമില്ല.
അതുകൊണ്ട് തന്നെ ഇന്ന് റസൂലുള്ളാഹിന്റെ മുടി എന്നോ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റെന്തെങ്കിലും സംഗതികളെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് സമ്പാദ്യത്തിന് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. വലിയൊരു ബിസിനസ് സമുച്ചയം കെട്ടിപ്പടുക്കുകയും എന്നിട്ട് അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പായ മുടിയുണ്ടെന്ന് പറയുകയും ചെയ്താൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് ഒഴുകും. അപ്പോൾ അതുകൊണ്ട് ആ ബിസിനസ് അങ്ങ് കൊഴുക്കും. അങ്ങനെ ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതത്തിലില്ലാത്ത വിശ്വാസികളേറെ അവരുടെ വികാരമായ അവരുടെ സ്നേഹമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ. ഇങ്ങനെ പോയാൽ നിരവധി ചൂഷണങ്ങൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്ന വ്യാജേന ചൂഷണം നടത്തുന്നവർ, മക്കളില്ലാത്തവർക്ക് രോഗശമനം നൽകാൻ വേണ്ടി അങ്ങനെ എന്തിനേറെ ജീവനില്ലാത്ത വസ്തുക്കൾ മുതൽ അല്ലെ കല്ലിനെ ആരാധിക്കുന്ന കല്ലിന്റെ അടുത്ത് പോയിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിം സമുദായം അധപ്പതിച്ചിരിക്കുകയാണ്. അല്ലെ, നമുക്ക് കാണാൻ കഴിയും പാലക്കാട് മലപ്പുറം അതിർത്തിയിൽ നാട്ടുകല്ല് എന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു കല്ലാണ്. ആ കല്ലിങ്ങനെ വളർന്നു വരുന്നു, അത് കറാമത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ലിനൊരു തുണിയെ കൊടുത്ത് അവിടെ ചന്ദനത്തിനെയും മറ്റു വസ്തുക്കളൊക്കെ പോച്ച് ഇപ്പോഴും അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുക. മുസ്ലിങ്ങൾ കേട്ടോ, മറ്റാരുമില്ല. അതുപോലെ പാലക്കാട് ജില്ലയുടെ തെക്കൻ അതിർത്തിയിൽ വടക്കഞ്ചേരി ഭാഗത്ത് ഒരു മരത്തിനെ ആരാധിക്കുന്നുണ്ട്, ഒരു വള്ളി. പുത്തരിപ്പാടം തച്ചനടി എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിക്കാട്ടിൽ വലിയൊരു വള്ളി ഇങ്ങനെ പടർന്നു വന്നു. അത് മരത്തും ചുറ്റി മരം വളർന്നു. അപ്പൊ അത് പുത്തരിപ്പാടം ഷെയ്ഖാണ്. ഷെയ്ഖ് മരത്തുമ്പ് കയറിയപ്പോ മരം ആ ഷെയ്ഖിന് സുജൂദ് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് ഞാൻ അവിടെ അത് കാണാൻ പോയപ്പോ വെറും വള്ളി മാത്രമുള്ളൂ. അതിൽ കുറെ തൊട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും കാണാൻ പോയപ്പോ അവിടെ ഇരുമ്പ് കൊണ്ടൊരു കട്ടിലുണ്ടാക്കി ഒരു ജാറം പോലെ ദർഗ പോലെ ആക്കിയിരുന്നു. ഇപ്പോൾ അവിടെ അതിന് മേലെ ഒരു കെട്ടിടം പടന്ന് ടൈൽസ് ഒക്കെ ഇട്ട് പള്ളിയേക്കാൾ സുന്ദരമാക്കിയിരിക്കുന്നു. ആളുകൾ അവിടെ പോയി ആ വള്ളിയോട് പ്രാർത്ഥിക്കും. മരത്തിനോടെ വള്ളിയോട് പ്രാർത്ഥിക്കുക. എന്താണ്? കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി കൂടി തൊട്ടിൽ കെട്ടുക, അതേപോലുള്ള നേർച്ചകളും വഴിപാടുകളും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിന്റെ പേരിൽ കല്ലിനെയും മരത്തിനെയും ആരാധിക്കുന്ന തന്നെ ഒറിജിനൽ ശിർക്കിലേക്ക് വരെ അതിനൊക്കെ ഫത്വ കൊടുക്കുന്ന, അതിനെല്ലാം അനുവാദം കൊടുക്കുന്ന പൗരോഹിത്യവർഗം ഇങ്ങനെ മതത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, മതത്തെ വിറ്റുകൊണ്ട് അവര് ലലാലത്തിന് വേണ്ടി ഹുദയെ വിൽക്കുന്നവരാണ്, കച്ചവടം നടത്തുന്നവരാണ്. ദുർമാർഗത്തിൽ വേണ്ടി, ദുനിയാവിന്റെ സമ്പത്തിന് വേണ്ടി അവർ അള്ളാഹുവിന്റെ ദീനിനെ വിശ്വാസത്തെ വിൽക്കുന്നവരാണ്. അവരുടെ കച്ചവടം എത്ര വലിയ നഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവരൊരിക്കലും എന്തില്ല, സന്മാർഗം പ്രാപിക്കുകയില്ല, ഹിദായത്തിലെത്തുകയില്ല എന്ന് അല്ലാഹു പറയാൻ. അപ്പോൾ അങ്ങനെ മതത്തെ വെച്ച് ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം, നിങ്ങൾക്ക് സമാധാനം വേണോ, ശാന്തി വേണോ, മക്കൾ നന്നാവണോ, കുട്ടികൾ ഉണ്ടാവണോ, ഭർത്താവിന്റെ സ്വഭാവം നന്നാവണോ, ഇങ്ങോട്ട് വാ, അത് ചൊല്ല്, ഇത് കുടിക്ക്, ഇത് എഴുത്, അത് ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിലില്ലാത്ത രീതിയിൽ ആളുകളെ സാമ്പത്തികമായി വിശ്വാസപരമായി ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം. വേറൊരു വിഭാഗം പറയുന്നു എല്ലാത്തിനും പരിഹാരം ആയുധമെടുക്കണം. തല്ലിയ തല്ലണം, വെട്ടിയ വെട്ടണം, കൊന്നാ കൊല്ലണം, അല്ലാതെ നിന്ന് അവർ ഒരുപാട് മേലെ പോകും. അതുകൊണ്ട് ആയുധത്തിലൂടെയാണ് സമാധാനം എന്ന് പറഞ്ഞ തീവ്രതയുടെ, ഭീകരതയുടെ ചില രീതിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുക. എപ്പോഴും സംഘടനത്തിലുള്ള സമാധാനം ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഇതിലൂടെയൊന്നും ഒരു രക്ഷയും സമാധാനവും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് അല്ലാഹുവിന്റെ ദീൻ കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എങ്കിൽ എന്താണ് പരിഹാരം? മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും നന്മയും തിന്മയും അവന് കണ്ടെത്താൻ സാധിക്കുമോ? രക്ഷയുടെ മാർഗം അവന് കണ്ടെത്താൻ സാധിക്കുമോ? ഇവിടെയാണ് യഥാർത്ഥ മതത്തിന്റെയും
അള്ളാഹുവിന്റെ ഹിദായത്തിന്റെയും അമ്പിയാക്കളുടെയും പ്രസക്തി ലോകത്തെ ഒട്ടനവധി വിശ്വാസങ്ങളും ദർശനങ്ങളുമുണ്ട്. എന്നാൽ ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ളത് സമാധാനവും രക്ഷയുമെന്ന് എല്ലാവരും വാദിക്കുന്നു. ഏതാണ് ശരിയായ മാർഗമേതാ, ശരിയായ മതമേതാണ്? ഒരു മുസ്ലിം അത് മനസ്സിലാക്കിയിട്ടാണ് ഇസ്ലാമിൽ നിലകൊള്ളേണ്ടത്. എല്ലാവരും പോലെ ഞങ്ങളൊരു മതം എന്നല്ല, മറിച്ച് ഏതാണ് ശരിയായ മാർഗം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുസ്ലിമാണെന്ന് പറയാൻ. മനുഷ്യന്റെ സുരക്ഷയേകുന്ന ഒരു മതവും ദർശനവും ഉണ്ടെങ്കിൽ അത് ഇസ്ലാമാണ് എന്ന് നമുക്ക് നിഷ്പക്ഷമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, ഇസ്ലാം അല്ലാത്ത എല്ലാ വിശ്വാസ ദർശനങ്ങളിലും ദൈവിക ആശയങ്ങളിലും എല്ലാം അത് വ്യതിചലിച്ച രൂപത്തിലാണെന്ന് കാണുന്നത്. ഇസ്ലാം അല്ലാത്തതെല്ലാം അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇഷ്ടങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് ഒത്തുകൊണ്ട് അതിനെ ശരിയാക്കിയ, അതിനെ മാറ്റിമറിച്ച രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഇസ്ലാം അതെത്ര തന്നെ ആരെല്ലാം വിമർശിച്ചാലും അള്ളാഹു പഠിപ്പിച്ച ദീന് അത് തന്നെയാണ് ശരി എന്ന്, അത് മാറ്റത്തിരുത്തലുകൾക്ക് ഇല്ലാതെ ഉറച്ചു നിൽക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ ദീൻ അത് ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ, ഓ മുസ്ലിമേ, അള്ളാഹുവിന്റെ ദീനല്ലാത്ത ഇസ്ലാമല്ലാത്ത ഒന്നിനെ നിങ്ങൾ ദീനായിട്ട് നിങ്ങളുടെ രക്ഷയുടെ മാർഗമായി നിങ്ങൾ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആരെ സ്വീകരിക്കുന്നുവോ അള്ളാഹു അത് അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. പരലോകത്ത് അവരെ നഷ്ടം സംഭവിച്ച ആളുകളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കാതെ അവരുടെ കൂടെ കൂട്ടിക്കൊണ്ട് ആ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ആ നിഷേധത്തിലേക്ക് പോയിക്കൊണ്ട് ഒരു സമാധാനമോ ഒരു സ്നേഹമോ ഒരു വിജയമോ കണ്ടെത്താമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സാധ്യമാവില്ല. അള്ളാഹുവിന്റെ ദീന് കൊണ്ട് മാത്രമേ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടാവാണ് വഴി കാണിക്കേണ്ടത്. മനുഷ്യനെ സൃഷ്ടിച്ച ആരാധനാകർമ്മങ്ങളിൽ, ആരാധിക്കപ്പെടേണ്ട അവകാശങ്ങളിൽ ഇസ്ലാം പറയുന്നത് നിങ്ങളെ സൃഷ്ടിച്ചവനാരോ അവനെ നിങ്ങൾ ആരാധിക്കുക. ആരാധിക്കുന്നവൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങള് പരിശോധന നടത്തിയതിനു ശേഷം നിങ്ങൾ ആരാധിക്കുക. അതാണ് പറഞ്ഞത്, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ രക്ഷിതാവിനെ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും അവൻ തന്നെയാണ് സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള സൃഷ്ടാവിനെ ആരാധിക്കണമെന്നാണ് ദൈവിക സങ്കല്പത്തിൽ ഒന്നാമതായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല ആ പടച്ച തമ്പുരാനാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തുമുള്ള വഴികൾ നിർണയിച്ചു തരേണ്ടത്. ഓരോ മനുഷ്യനും ഓരോ നിയമങ്ങൾ ഉണ്ടാക്കും. ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെ അതിനോട് ഒരുപക്ഷെ യോജിപ്പുണ്ടാവില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ആളുകൾക്ക് തീരെ യോജിപ്പുണ്ടാവില്ല. എന്നാൽ അവരെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് ഒരു നിയമം കൊണ്ടുവരുന്നതെങ്കിൽ എല്ലാ കാലത്തേക്കുമുള്ള മനുഷ്യർക്കും അത് യോജിപ്പ, അത് ശരിയല്ല എന്ന് സമർത്ഥിക്കാൻ ആരെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ സന്മാർഗത്തിന്റെ ഹിദായത്തിന്റെ ദർശനം അത് ദൈവികമാണോ എന്ന്, അത് പടച്ച റബ്ബിൽ നിന്നുള്ളതാണോ എന്ന് മനസ്സിലാക്കി വേണം അത് സ്വീകരിക്കാൻ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. വിശുദ്ധ ഖുർആനിൽ ഇസ്ലാം പറയുകയാണ്, നിശ്ചയമായും നാം സന്മാർഗം, അവരെ സന്മാർഗത്തിലേക്ക് വഴികാട്ടിയവൻ ഞാനാണ് അവരെ വഴികാട്ടുന്നത്. അതുകൊണ്ട് ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, വഴിയാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. അവരെ രക്ഷയത്തിന്റെ വിജയത്തിന്റെ മാർഗമാണ്. ഇമ്മാ ശാകിറ, നന്ദിയുള്ളവരായി വേണമെങ്കിൽ നിങ്ങൾക്ക് നിലകൊള്ളാം. വ ഇമ്മാ കഫൂറ, നിങ്ങൾക്ക് നന്ദി കെട്ടവരായി അവിശ്വാസികളായി നിലകൊള്ളാം. ലാ ഇക്റാഹ ഫിദ്ദീൻ,
ഖുർആന്റെ പ്രഖ്യാപനമാണത്. ഇസ്ലാം സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ദീനിന്റെ നിർബന്ധവുമില്ല. ഇതാണ് ശരി, ഇതാണ് ശരിയുടെ മാർഗം, അത് ദുർഗാമാർഗമാണ്, അത് നരകത്തിലേക്കുള്ളതാണ്, ഇത് സ്വർഗത്തിലേക്കുള്ളതാണ് എന്ന് അള്ളാഹു കാണിച്ചു തരുന്നു. ഇഷ്ടമുള്ളത് എടുത്തോ, ദുനിയാവിൽ സ്വതന്ത്രമുണ്ട്, എടുത്തിട്ട് അങ്ങോട്ട് വരുമ്പോൾ ബാക്കി കാര്യം ഞാൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മക്കയിലെ തന്നെയും തന്റെ സ്വഹാബത്തിനെയും എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തിയ ശത്രുക്കളെ മുന്നിൽ കിട്ടിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത് അൻതും തുലഖാ, നിങ്ങളെല്ലാവരും മോചിതരാണെന്നാണ്, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, നിങ്ങൾ ആരെങ്കിലും എല്ലാവരും ഇസ്ലാം ആവണമെന്നല്ല പറഞ്ഞത്. കാരണം എന്താ? ഇസ്ലാം എന്ന നിർബന്ധമല്ല, വേണമെങ്കിൽ ആയാൽ മതി, ഒരു നിർബന്ധമില്ല ആരെങ്കിലും ഇസ്ലാം ആകണമെന്ന്. പക്ഷേ സന്മാർഗത്തിന്റെ വിജയത്തിന്റെ മോക്ഷത്തിന്റെ മാർഗം പറഞ്ഞു കൊടുക്കൽ മാത്രമാണ് പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും നാം അടങ്ങുന്ന മുസ്ലിങ്ങളുടെയും ദൗത്യം. ആരെയും മുസ്ലിം ആക്കൽ നമ്മുടെ ദൗത്യമല്ല. അത് മാത്രമല്ല, വഴി കാണിച്ചത് പ്രവാചകന്മാരാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. ഇസ്ലാം പറയുന്ന ആ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ നേതാവിന്റെ ബുദ്ധിയിൽ ഉദിച്ച് എഴുതിവെച്ച കാര്യങ്ങളല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം വഴി വഹി വഴി വന്ന ആ സന്ദേശങ്ങളെ പ്രവാചകന്മാരുടെ പ്രബോധനം ചെയ്ത ആ ജീവിത സംഹിതയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നു റസൂലൻ മുബശ്ശിരീന വമുൻദിരീൻ. അതെ, അള്ളാഹു സുവാർത്തയും അതുപോലെ മുന്നറിയിപ്പുമായി കൊണ്ട് ഇതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും മോക്ഷവും സമാധാനവും ഉണ്ടെന്ന സന്തോഷവും, അതനുസരിക്കാതെ മുന്നോട്ട് പോകുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ പരീക്ഷണവും ശിക്ഷയും ഉണ്ട് എന്ന മുന്നറിയിപ്പ് നൽകാൻ. എന്തിനു വേണ്ടി? ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റസൂൽ. നാളെ മനുഷ്യർ പറയാതിരിക്കണം റബ്ബിനോട്, പടച്ചോനെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നന്നാകുമായിരുന്നു എന്ന് റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് ഈ സന്മാർഗ ദർശനം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ എഴുതിയുണ്ടാക്കിയതല്ല, അല്ലേ? നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്തരമായ പവിത്രമായ ഒരു ഭരണഘടനയുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാണ്. അതുപോലൊരു ഭരണഘടന ലോകത്ത് ഒരു രാജ്യത്തിനുമില്ല. എന്നാൽ ആ ഭരണഘടന ഉണ്ടാക്കിയതിനു ശേഷം എത്ര പ്രാവശ്യം അതിലെ നിയമങ്ങൾ മാറ്റി, എന്തെല്ലാം കാര്യങ്ങൾ അത് വിപുലീകരിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ പുതിയതായി കൊണ്ടുവന്നു, എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി. എന്നാൽ അതിനു മുമ്പ് 1400 വർഷം മുമ്പിറങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ ആ ശർഈ നിയമങ്ങൾ, ശരീഅത്ത് നിയമങ്ങള് ഇന്നും ഒരു മാറ്റവുമില്ലാതെ, ഒരു തിരുത്തലുമില്ലാതെ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ ഒരു പുള്ളി പോലും മാറ്റാൻ കഴിയാത്ത വിധം അത് ഇന്ന് നിത്യനൂതനമായി അചഞ്ചലമായി നിൽക്കുകയാണ്. അതാണ് അള്ളാഹുവിന്റെ വേദഗ്രന്ഥവും മനുഷ്യനുണ്ടാക്കുന്ന സംഹിതകളും തമ്മിലുള്ള വ്യത്യാസം, അല്ലെ? ഈ രാവും പകലും വ്യത്യാസമായി കിടക്കുന്ന ഏഷ്യനും യൂറോപ്പിനും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയുന്നതാണ് ഇസ്ലാമിക ദർശനം. സ്ത്രീക്കും പുരുഷനും കുട്ടിക്കും, സംസാരിക്കുന്നവനും സംസാരിക്കാത്തവനും കേൾവിയില്ലാത്തവനും എല്ലാ രീതിയിലുള്ള മനുഷ്യർക്കും ഒരേപോലെ അനുസരിക്കാൻ സ്വീകരിക്കാൻ കഴിയുന്ന വിശുദ്ധമായ ഒരു ദർശനമാണ് ഇസ്ലാം. അതാണ് ഇതിന്റെ പ്രത്യേകത. നോക്കൂ, ആദം അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അല്ലാഹു പറയുകയുണ്ടായി, തീർച്ചയായും നമ്മിൽ നിന്നുള്ള ഒരു സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ആ സന്മാർഗം പിൻപറ്റുന്നവർക്ക് ഇഹത്തിലാവട്ടെ പരത്തിലാവട്ടെ ഒരു സങ്കടങ്ങളോ ഒരു ഭയമോ അവർക്കില്ല. അതനുസരിച്ചുകൊണ്ട് നിലകൊള്ളുകയാണെങ്കിൽ എന്ന് റബ്ബ് തആല നമ്മളെ പഠിപ്പിക്കുക. പല ആളുകളും, ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുട്ടികള് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം മക്കളെ കുറിച്ചാണ് രക്ഷിതാക്കൾക്ക് പറയാനുള്ളത്. ആണാവട്ടെ പെണ്ണാവട്ടെ പറഞ്ഞാൽ കേൾക്കണില്ല, അനുസരിക്കണില്ല, തോന്നിയതുപോലെ ജീവിക്കുകയാണ്.
ഒരു മനസ്സിന് സമാധാനം നൽകാത്ത, സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലേക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മക്കൾ അനുസരിക്കാത്ത, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാത്ത, സ്നേഹിക്കാത്ത, മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, ഞാൻ എന്റെ ജീവിതം, എനിക്ക് 18 വയസ്സായി എന്ന് പറയുന്ന മക്കൾ. ഇന്ന് 99% എനിക്ക് 18 വയസ്സായി, എന്റെ ജീവിതം ഞാൻ ഡിസൈൻ ചെയ്യും എന്ന് പറയുന്ന മക്കളുള്ള കാലം. പല രക്ഷിതാക്കളുടെയും പ്രയാസവും പ്രശ്നവും അതാണ്. എന്താ ഇതിന് പരിഹാരം? എത്ര അത്യാധുനികമായ കലാലയങ്ങൾ പറഞ്ഞയച്ചാ പഠിപ്പിച്ചത്, എന്നിട്ട് എന്തേ മക്കളെ നന്നാകാതിരുന്നത്? അല്ലേ? അതിന്റെ കാരണം അള്ളാഹുവിന്റെ ദീന് അനുസരിച്ചുകൊണ്ട് വളർത്തുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹിന്റെ ദീന്, സന്മാർഗത്തിന്റെ രക്ഷയുടെ മാർഗമായ ദീൻ അനുസരിച്ചുകൊണ്ട് കുട്ടികളെ ചെറുപ്പം മുതലേ അവരെ ദീനിയായ സംഹിതയിൽ വളർത്തിയാൽ ആ മക്കൾ ഡോക്ടറായാലും എഞ്ചിനീയറായാലും ലക്ഷങ്ങൾ സമ്പാദ്യമുള്ളവനായാലും അവന് ഏത് യൂറോപ്പിലോ ഏത് കണ്ടാത്ത സ്ഥലങ്ങളിൽ ചെന്നാലും അവൻ നല്ലവനായിരിക്കും, അവൾ നല്ലവളായിരിക്കും. വിശ്വസിച്ചുകൊണ്ട് ഒരു പേടിയുമില്ലാതെ പുറത്തേക്ക് വിടാം. ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ വികാരം, പരലോകം എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ, അത് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതങ്ങനെയല്ല അല്ലെ? അലിഫ് പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ 2.5 വയസ്സാകുമ്പോഴത്തേക്കും കൊണ്ടുപോയിട്ട് അവരെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത രൂപത്തിൽ ഓരോ പഠനങ്ങൾ ഇങ്ങനെ തുടങ്ങും. കാരണം തീരുമാനിച്ചിരിക്കുകയാണ്, മൂപ്പരുടെ ചിന്തയിലുള്ള ഇന്നത് പഠിച്ചാൽ ഇത്ര ലക്ഷം ശമ്പളം കിട്ടും, ഇന്ന തരത്തിലുള്ള അഡ്വൈസിംഗ് ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി കുട്ടികൾ എങ്ങനെ യന്ത്രം പോലെ എങ്ങനെ കൊണ്ടുപോവുക? ഖുർആൻ ഓതാൻ അറിയില്ല, ഇസ്ലാമിന് ശർഈയായ നിയമങ്ങൾ അറിയില്ല, എങ്ങനെയാണ് ഒരു ആണിനോട് പെരുമാറേണ്ടത്, എങ്ങനെ ഒരു പെണ്ണിനോട് പെരുമാറേണ്ടത്, എങ്ങനെ യാത്രക്കാരോട് പെരുമാറേണ്ടത്, ട്രാഫിക്കിൽ എങ്ങനെ പെരുമാറണം, ഭക്ഷണം എങ്ങനെ കഴിക്കണം തുടങ്ങി സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ എങ്ങനെ നടത്തണം, ഒരു നിയമം ഇസ്ലാമിന്റെ അറിയില്ല. പേര് മാത്രമുണ്ട്, ഇന്നാളുടെ മകൻ ഇന്നാള്. വേറൊരു ഇസ്ലാമും ഇല്ലാത്ത ഒരു കാനേഷുമാരി, അത് സെൻസർ ഇസ്ലാമാണെന്ന് ഗവൺമെന്റ് രേഖകളുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതേസമയം അവർക്ക് ദീനിനോടൊപ്പം ദുനിയാവ് പകർന്നു കൊടുക്ക്. ഇസ്ലാം ഖുർആൻ മനസ്സിലാക്കാത്തുള്ള ഈ കുഴപ്പം. സൂറത്ത് ചെറിയ കുട്ടികൾ തന്നെ 3-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ പഠിക്കുന്ന സൂറത്താണെന്ത്? സൂറത്തുൽ ഗാശിയ. ആ ഗാശിയയിൽ പറഞ്ഞെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്നില്ലേ, നരകത്തെ കുറിച്ച് പറഞ്ഞ് സ്വർഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, ഈ സ്വർഗവും നരകവും മനസ്സിലാവണമെങ്കിൽ അള്ളാഹു ഇത് മനസ്സിലാകണമെങ്കിൽ ആകാശത്തിലേക്ക് നോക്കണോ, ഗോളശാസ്ത്രം പഠിക്ക്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അതിന്റെ ചലനങ്ങളെയും രാപ്പകലുകൾ മാറി വരുന്നതിനെ കുറിച്ച് ശാസ്ത്രം പഠിക്ക്. എന്നാൽ ആ ശാസ്ത്രത്തിന്റെ മുന്നിൽ നിനക്ക് മനസ്സിലാകും ഇതിന്റെ എല്ലാം നയന്താവ് പടച്ചറപ്പാണെന്ന്. അപ്പൊ ഖുർആൻ പറയുന്നത് വെറും ഈ ഖുർആനെ കാണാതെ ഓടിയിട്ട് അത് വെള്ളത്തിലൂതി ഇങ്ങനെ കുറിച്ചിട്ടിരിക്കാനല്ല പറയണേ. മറിച്ചെന്താ, ഈ ലോകത്തെ കുറിച്ച് പഠിക്കാൻ ആദ്യമായി ഈ സമൂഹത്തോട് വന്ന ഖുർആന്. ലോകത്തെ ആദ്യത്തെ ശാസ്ത്രജ്ഞന്മാർ ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. ആധുനിക ലോകത്തിന്റെ വൈദ്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവെന്നറിയപ്പെടുന്ന ഇബ്നു സീന അഥവാ ഇന്ന് അവിസന്ന എന്ന് പറഞ്ഞുകൊണ്ട് പേര് മാറ്റി പഠിപ്പിക്കുന്ന ഇബ്നു സീന ഇസ്ലാമിക പണ്ഡിതനാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഗോളശാസ്ത്രത്തിന്റെയും സഞ്ചാരശാസ്ത്രത്തെയും ഒക്കെ ഉപജ്ഞാതാക്കൾ ലോകത്താദ്യമായിട്ട് ഗ്രന്ഥങ്ങൾ എഴുതിയത്, ലോകത്തിന് അതിലേക്ക് ക്ഷണിച്ചത് അത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. ആദ്യ ലോകത്ത് ആദ്യമായിട്ട് ഉണ്ടായ ഒരു റിസർച്ച് സെന്റർ അത് സ്പെയിൻ, ഇസ്ലാമിക സ്റ്റേറ്റ് ആയിരുന്ന സ്പെയിനിൽ ആണ് ആദ്യമായി ലോകത്ത് റിസർച്ച് സെന്റർ ഉണ്ടായിരുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ഇസ്ലാമിക പണ്ഡിതന്മാരാണ്, ഇസ്ലാമിക ഗവൺമെന്റ് ആണ്, അല്ലെ? അമേരിക്കൻ യൂറോപ്യൻ ബ്രിട്ടനും ഇംഗ്ലണ്ടൊക്കെ പ്രവർത്തനത്തിന് മുമ്പ് ഇറാഖിലെ കൊർഡോബ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാലേ അന്ന് സമ്പൂർണമാകൂ. ഇസ്ലാമിക രാജ്യമായ ഇറാഖിലെ ആദ്യമായി ഏറ്റവും വിശാലമായ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയ ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. എന്തുകൊണ്ടാണ്? അവർ ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കി.
നമ്മൾ മനസ്സിലാക്കിയത് ഖുർആൻ എന്ന് പറഞ്ഞാൽ പേടി വരുമ്പോ ഓതാനോ ഊതാനോ തടവാനോ ഉള്ളത് മാത്രം. ആ രൂപത്തിൽ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു നോക്ക്. കുട്ടികളെ നിങ്ങള് ഖുർആനും ഇസ്ലാമും ശാസ്ത്രവും സമന്വയിപ്പിച്ച വിദ്യാഭ്യാസത്തിലേക്ക്, ആ ചിന്തയിലേക്ക് മക്കളെ കൊണ്ടുവന്നാൽ അവർ മതനിഷേധികളാവില്ല, അവർ ഇസ്ലാം വിരോധികളാവില്ല, ഇസ്ലാമിക നിയമങ്ങളെ തള്ളിപ്പറയുന്ന ആളുകളാവില്ല. അതുകൊണ്ട് തന്നെ നാം പ്രശ്നത്തിന്റെ പരിഹാരം അള്ളാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു വരിക, അത് പഠിക്കുക എന്നുള്ളതാ. എങ്കിലേ കുട്ടികൾ ഞാനൊരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ അഭിമാനം തോന്നണമെങ്കിൽ, ഒരു ഇസ്സത്ത് ഉണ്ടാവണമെങ്കിൽ, ധൈര്യം ഉണ്ടാകണമെങ്കിൽ, എനിക്കെല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്റെ ദീനിലുണ്ട് എന്നൊരു സമാധാനം ഉണ്ടാവണമെങ്കിൽ, അല്ലെ? എന്നിട്ട് ഇങ്ങനെയൊക്കെ അടപ്പതിച്ചിട്ടും ഇന്നും ഈ സമുദായത്തിലാണ് ആത്മഹത്യകൾ കുറവ്. ഇന്നും ഈ സമുദായമാണ്, ആളുകളാണ് ഓൾഡ് ഏജ് ഹോമുകളിൽ മുസ്ലിം മാതാപിതാക്കൾ കുറവാണ്. വ്യഭിചാര രംഗത്ത്, മദ്യപാന രംഗത്ത് കണക്കെടുത്താൽ മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ് ഇന്ന്. പക്ഷെ പേര് കേൾക്കണൊക്കെ മുസ്ലിം, പക്ഷെ കണക്കെടുത്ത് നോക്ക്, അതെങ്ങനെയാണ്? ഒരു വെള്ള ഷർട്ട് നിങ്ങൾ ഇട്ടാൽ, ഒരു വെള്ള ഷർട്ട് ഇട്ടാൽ അതിന്റെ ബാക്കിൽ ഒരു പുള്ളി, ഒരു കറുത്ത പുള്ളി വീണാ പോകുന്നവരൊക്കെ പറയും നിന്റെ ഷർട്ടിൽ ഒരു പുള്ളി ഇട്ടോ. കാരണം എന്താണ്? ഷർട്ട് ക്ലീനാണ്, വെള്ളയാണ്. എന്നാൽ ഒരു കളർ ഷർട്ട് ഇട്ട് പോകുന്ന ആളുടെ മുതുകത്ത് 10 പുള്ളി വീണാൽ ആരെങ്കിലും കാണുമോ? കാരണം എന്താ? അത് കാണൂല, അത് മൊത്തത്തില് പുള്ളിയാണ്, അതുകൊണ്ട് കാണൂല. ഇസ്ലാം എന്ന് പറഞ്ഞ ലോകത്ത് ശുദ്ധതയും സമാധാനവും ആദർശവും പറയുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതെല്ലാവരും പറയും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവരാണ് ലോകത്തിനോട് നന്മയും ലോകത്തോട് വിശുദ്ധിയും പ്രസംഗിക്കുന്നവർ, പ്രചരിപ്പിക്കുന്നവർ, വിളിക്കുന്ന ആളുകള്. എന്നല്ലാതെ കണക്കുകൾ എടുത്തു നോക്കിയാൽ വ്യഭിചാരമാകട്ടെ, മദ്യപാനമാകട്ടെ, പലിശയാകട്ടെ, ആത്മഹത്യയാവട്ടെ, എല്ലാത്തിലും മുസ്ലിങ്ങളുടെ പങ്ക് കുറവാണ്, വളരെ കുറവാണ്. എന്താണ് ഇതിന് കാരണം? അവർക്കുള്ള പരലോകബോധവും പടച്ചവനുള്ള ഭയവും ഈമാനുമാണതിന്. എന്നാൽ അത് ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയാലോ ഈ സമുദായം വളരെ വളർച്ചയിലേക്ക് എത്തും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി റബ്ബുനാ വയർല്ലാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലി يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളുകയും പരിപൂർണ മുസ്ലിമായി കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളുകയും ചെയ്യണേ എന്ന് സ്വന്തത്തോടെന്നതുപോലെ ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് തആല നമ്മളെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്തു വന്നത് ഇന്ന് ഇസ്ലാമിനെ ഒരു പഴഞ്ചനായി, അല്ലെങ്കിൽ അന്ധവിശ്വാസമായി, അല്ലെങ്കിൽ ഭീകര തീവ്രവാദങ്ങളായി പറഞ്ഞ് മുസ്ലിം യുവാക്കൾക്ക് ഇസ്ലാമിനോടുള്ള സ്നേഹവും താല്പര്യവും ഇല്ലാതാക്കുകയും അവരെ ഇസ്ലാമിൽ നിന്ന് അകറ്റുകയും അങ്ങനെ മതബോധമില്ലാത്ത ഒരു സമൂഹമാക്കി അവരെ കൊണ്ടുവരികയും ചെയ്യുക എന്നത് വളരെ ആസൂത്രിതമായി ഇത് സോഷ്യൽ മീഡിയകളിലാവട്ടെ എല്ലാ രംഗങ്ങളിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അപകടം നമ്മൾ തിരിച്ചറിയണം. പരലോകബോധവും ഈമാനും മനുഷ്യ മനസ്സുകളിൽ അകന്നാൽ അവർ മൃഗങ്ങളെക്കാൾ മോശമായി മാറും. ഉദാഹരണം പറഞ്ഞാൽ 4 വിവാഹം കഴിക്കാൻ ഇസ്ലാം മനുഷ്യനോട് പറയണില്ല, ഒന്നാണ് ഉത്തമമെന്നാ പറയുന്നത്. എന്നാൽ ഒരാൾക്ക് 1 മതിയാവില്ല, അയാൾക്ക് വ്യഭിചരിക്കാതിരിക്കാൻ അയാൾക്ക് നിർബന്ധമാണെങ്കിൽ, നീതി പുലർത്താൻ കഴിയുമെങ്കിൽ അവർക്ക് 4 വരെ വിവാഹം കഴിക്കാം. ഏതവസ്ഥയിലാ പറഞ്ഞത്? 100, 150 ഭാര്യമാരുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അത് പറഞ്ഞത്. അത് എന്തിനാ പറഞ്ഞത്? 1, മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് പോകാതിരിക്കാൻ. 2, ചെറുപ്പത്തിലെ വിധവകളായ സ്ത്രീകൾ ധാരാളമുണ്ട്. ഇപ്പൊ പലസ്തീനൊക്കെ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. ആ സന്ദർഭത്തിൽ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടനിലെ തെരുവോരകൾ ബോർഡ് വെച്ചു എന്നാണ്, രാത്രിയിൽ ഒരു വിരുന്നുകാരന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഗതിഗതി മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും വന്നിട്ടില്ല.
അത് വരില്ല. അത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നൽകിയ മഹത്തായ ഒരു കാരുണ്യമാണ് ബഹുഭാര്യത്വം. അല്ലാതെ മുസ്ലിങ്ങൾ എല്ലാവരും നാല് കിട്ടുന്നവരല്ല. പക്ഷെ പ്രചരിപ്പിക്കുന്ന എന്താ? എന്നിട്ട് ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നത് എന്താ? കല്യാണമേ കഴിക്കണ്ട എന്ന്. എന്നിട്ടോ അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ 4 വേണ്ട 400 500 ആവാം. പക്ഷികളും മൃഗങ്ങളൊക്കെ വിവാഹം കഴിച്ചിട്ടാണോ? ഇതാണ് അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഇസ്ലാമിക ശരീഅത്ത് ശരിയല്ല എന്ന് പറയുന്നവർക്ക് എന്റെ അടിമ, അല്ലാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ട് എങ്കിൽ ഇതുപോലെ ഒരു സൂറ, ഒരു ആശയം നിങ്ങൾ കൊണ്ടുവരാം. നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ, സമൂഹത്തിന് നന്മയും വളർച്ചയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇസ്ലാം പഴഞ്ചനാണെന്ന ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇസ്ലാം അടിമത്തവും കാലത്വവുമാണെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് മോചനത്തിന്റെ പുരോഗമനത്തിന്റെ മറ്റൊരു മാർഗങ്ങളൊന്ന് കൊണ്ടുപോകാം. 1400 കൊല്ലമായില്ലേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞിട്ടുണ്ടോ? ഇസ്ലാം പറഞ്ഞതിന് വ്യത്യസ്തമായി അതിനെ വിമർശിക്കുന്നവർക്ക് അതിനേക്കാൾ പെർഫെക്റ്റ് ആയി ഒന്ന് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് യുവാക്കളെ, ഇസ്ലാമാണെന്നൊരു അഭിമാനം കൊള്ളണം. വെറുതെ അഭിമാനം കൊണ്ടാ പോരാ, ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാവണം. എങ്കിലേ അഭിമാനം യഥാർത്ഥമായി മാറും, അല്ലെങ്കിൽ അന്ധവിശ്വാസമായി മാറും. അത് മൗലവി എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നല്ല, ഉസ്താദ് അങ്ങനെ പറഞ്ഞില്ല, വിശുദ്ധ ഖുർആനിൽ എങ്ങനെയുണ്ട്, തിരു ഹദീസിൽ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ട ഒരു അഭിമാനവും ഒരു സമാധാനവും ധൈര്യവും നമുക്കുണ്ടാവണം. അതിനുവേണ്ടി അള്ളാഹുവിന്റെ ദീനി പഠനങ്ങളിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും മക്കളും യുവാക്കളും കുട്ടികളൊക്കെ പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. ജീവിതത്തിൽ സമയം കണ്ടെത്തണം, ഇത്തരം കാര്യങ്ങൾ പഠിക്കണം. എന്നിട്ട് സ്വന്തം തന്നെ ഞാൻ വിശ്വസിക്കുന്ന മതമാണ് പെർഫെക്റ്റ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയണം. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിക്കൊണ്ട്, ഏറ്റവും വലിയ ത്യാഗമായിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം. അള്ളാഹിന്റെ ദീന് പഠിക്കുക, അതിന് ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു വരുമാറാകട്ടെ. ഇസ്ലാമിനെ മനസ്സിലാക്കുകയും അത് പഠിക്കാൻ സമയം കണ്ടെത്തുകയും അതിൽ അഭിമാനവും അന്തസ്സും കൊള്ളുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീകൾ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ അവിശ്വസിക്കുന്ന സംശയാലുക്കളായി മുനാഫിക്കുകളായി മാറുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമുർ റഹ്മാനായ നാഥ, മൂസാ നബി അലൈഹിസ്സലാമിനെ ക്രൂരനായ ഫറോവയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷിച്ച് ആ ശത്രുക്കളെ ചെങ്കടലിൽ മുക്കിക്കൊന്ന റഹ്മാനായ നാഥ, ഈസാ അലൈഹിസ്സലാമിനെ ആ ക്രൂരന്മാരെ രക്ഷിച്ച് ആകാശത്തിലേക്ക് ഉയർത്തിയ റബ്ബേ, ആസിയ റളിയല്ലാഹു അൻഹ ഫറോവയുടെ കിരാതത്തിൽ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച നാഥ, ഒരുപാട് പ്രയാസങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയം നൽകിയ റബ്ബേ, പലസ്തീനിൽ ഞങ്ങളുടെ സഹോദരങ്ങള് നാൾക്കുനാൾ ക്രൂരന്മാരായ ദുഷ്ടന്മാരായ യഹൂദികളാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലസ്തീനെ റസ്സയെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. കഅബ തകർക്കാമെന്ന അബ്രഹത്തിനെ കേവലം ചെറിയ അബാബീൽ പക്ഷികളെ കൊണ്ട് നശിപ്പിച്ച നാഥാ, ജൂതന്മാരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അവരുടെ ആയുധങ്ങളെ നീ നിഷ്ഫലമാക്കണേ നാഥാ. നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മസ്ജിദുൽ അഖ്സയുടെ ഖുദ്സിന്റെ വിജയം ഞങ്ങൾക്ക് സമീപമായി നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളും അവരുടെ മക്കളും പട്ടിണി കൊണ്ട് പിടയുകയാണ്, വേദന കൊണ്ട് പിടയുകയാണ് റബ്ബേ. അവർക്ക് നീ ഭക്ഷണം നൽകണേ നാഥാ, അവർക്ക് വേദനകൾക്ക് സമാധാനം നൽകണേ നാഥാ, അവർക്ക് വിജയത്തിന്റെ രക്ഷയുടെ ഒരു വാതിൽ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. നിന്റെ വിശുദ്ധമായ ഭവനം അത് നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. നമ്മൾ 5 നേരം റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരെ, വെറുതെ പലസ്തീൻ ഐക്യജാതെന്ന് വായ കൊണ്ട് ബടായി അടിച്ചാൽ പോരാ. നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണ് നനഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി രാത്രിയിൽ അലാറം വെച്ച് തഹജ്ജുദിന് എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് നനഞ്ഞ കണ്ണോടെ പടച്ച റബ്ബിലേക്ക് കൈയുയർത്തിക്കൊണ്ട് ആ പലസ്തീൻ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് അതാണ്.
അത് മാത്രം നമുക്ക് ചെയ്യാൻ കഴിയൂ, വേറൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. പ്രാർത്ഥനകളെ കൊണ്ട് അത്ഭുതം ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും എന്നോടും വസിയത്ത് ചെയ്യാനുള്ളത്, ഇന്ന് മുതൽ 5 നേരവും കണ്ണ് നനഞ്ഞു വേണ്ടി പലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കണം. രാത്രിയിൽ നിങ്ങൾ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പലസ്തീൻ മക്കളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷയും സമാധാനവും വിജയവും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبه حلقنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وعلى آله والحمد لله رب العالمين.